എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന ജനറൽ കാറ്റഗറി സീറ്റിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ വിഭാഗത്തിലാണെങ്കിൽ വിഭാഗത്തിലുള്ള ആ ഒരു സീറ്റ്, അതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ളതിന് ജനറൽ സീറ്റിലേക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ SSC വിദ്യാർത്ഥികളാണെങ്കിൽ SSC വിഭാഗത്തിലുള്ള സീറ്റും അതുപോലെ തന്നെ ജനറൽ സീറ്റിലേക്കുമുള്ള ജനറൽ വേക്കൻസിയിലുമുള്ള സീറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പരമാവധി ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടാൻ പറ്റുന്ന സ്കൂളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണ്, അതായത് നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് ഹയർ സെക്കൻഡറിയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ജില്ലാ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫറുമായി മാറുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ മുൻപ് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുതായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 7-ാം തീയതിയോടെയാണ്. അപ്പോൾ ജൂലൈ 7-ാം തീയതി റിസൾട്ട് വരികയും അതുപോലെ ജൂലൈ 8, 9 തീയതികളിലായിട്ട് വിദ്യാർത്ഥികളുടെ ഈ ഒരു അഡ്മിഷൻ നടപടികൾ നടക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കൂടി അപേക്ഷിക്കുക. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും മാറും. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയും അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകുന്ന ഓപ്ഷനെ പരിഗണിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അക്ഷയവയോ ഇൻ്റർനെറ്റ് കഫേകളോയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.